നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. കോൺഗ്രസിലെ മുഖ്യമന്ത്രി പോര് തെരുവിലേക്ക്. കുന്നംകുളത്തും കൊടുങ്ങല്ലൂരും VD സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്നാവശ്യപ്പെട്ട് പ്രവർത്തകർ പ്രകടനമായി തെരുവിലിറങ്ങി. മരത്താക്കരയിൽ ഫ്ലക്സ് ബോർഡ് സ്ഥാപിച്ച് സതീശൻ അനുയായികൾ. ജില്ലയിൽ വ്യത്യസ്ത വാഹനാപകടങ്ങളിൽ ഒരു മരണം. തൃശൂർ മുണ്ടുപാലം ജംഗ്ഷനിൽ സ്കൂട്ടർ യാത്രിക ലോറി കയറി മരിച്ചു. മരത്താക്കര കുഞ്ഞനംകാറയിൽ KSRTC ബസ്സും സ്വകാര്യ ബസ്സും കൂട്ടിയിടിച്ച് 12 പേർക്ക് പരിക്ക്. കഴിഞ്ഞ ദിവസം രാത്രിയുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും ഒല്ലൂർ അഞ്ചേരിയിൽ പരക്കെ നാശം. മരങ്ങൾ വീണ് വൈദ്യുതി പോസ്റ്റുകൾ തകർന്നു. പാവറട്ടി സെന്ററിൽ വ്യാപാരികൾ വെള്ളക്കെട്ട് ഭീതിയിൽ. പാവറട്ടിയിൽ പട്ടാപ്പകൽ കവർച്ച. പുളിഞ്ചേരിപ്പടിയിൽ ജോമോന്റെ വീട് കുത്തി തുറന്ന് 10 പവൻ സ്വർണ്ണാഭരണങ്ങൾ കവർന്നു. കൊടുങ്ങല്ലൂർ അഴീക്കോട് ഘനലോഹ മാലിന്യം ഉപയോഗിച്ച് നിലം നികത്തിയതിൽ നടപടി. ഘനലോഹ മാലിന്യം കലർന്ന മണ്ണ് ഉപയോഗിച്ചിട്ടുള്ള സ്ഥലങ്ങൾ കണ്ടെത്താൻ നടപടി ആരംഭിച്ചതായി എറിയാട് പഞ്ചായത്ത് പ്രസിഡന്റ്. ബംഗളൂരുവിൽ ലൈംഗിക അതിക്രമം തടയുന്നതിനിടെ വാടാനപ്പള്ളി സ്വദേശിനിയായ യുവതി മർദ്ദനമേറ്റ് മരിച്ച സംഭവത്തിൽ പ്രതി അറസ്റ്റിൽ. കൊല്ലം സ്വദേശി ദീപക് കൃഷ്ണയാണ് കർണാടക പോലീസിന്റെ പിടിയിലായത്. വാർത്തകൾ വിശദമായി. VD സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്നാവശ്യപ്പെട്ട് പെരുമ്പിലാവിൽ ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ പ്രകടനം നടത്തി. പെരുമ്പിലാവ് സെന്ററിൽ നിന്നും ആരംഭിച്ച പ്രകടനത്തിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. അക്കിക്കാവ് സെന്റർ ചുറ്റി പെരുമ്പിലാവ് സെന്ററിൽ പ്രകടനം സമാപിച്ചു. സീറ്റുമായി UDF ഐതിഹാസികമായിട്ടുള്ള ഒരു വിജയം കരസ്ഥമാക്കി നാടെങ്ങും ആഘോഷത്തിന്റെ ഒരു പുലരിയിൽ നിൽക്കുകയാണ്. ആ സമയത്തും ഇതുപോലുള്ള ഒരു പ്രകടനവുമായി നമ്മൾ ഇറങ്ങേണ്ടി വന്നത് കേരളത്തിന്റെ ഈ കഴിഞ്ഞ 5 വർഷക്കാലങ്ങളിൽ VD സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്നാവശ്യപ്പെട്ട് കൊടുങ്ങല്ലൂരിൽ ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ പ്രകടനം നടത്തി. വടക്കേനടയിൽ നിന്നും ആരംഭിച്ച പ്രകടനത്തിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. ദിലീപ് ഖാദി, KP സുനിൽകുമാർ, EK സോമൻ തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. VD സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്നാവശ്യപ്പെട്ട് മരത്താക്കരയിൽ ഫ്ലക്സ് ബോർഡ് സ്ഥാപിച്ച് അനുയായികൾ. നേരുള്ള നെറിവുള്ള നിലപാടുള്ള നായകൻ നാടിനെ നയിക്കട്ടെ. കേരള മുഖ്യമന്ത്രി VD സതീശന് അഭിവാദ്യങ്ങൾ എന്നെഴുതിയ ബോർഡാണ് മരത്താക്കര സെന്ററിൽ സ്ഥാപിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി തീരുമാനം വൈകില്ലെന്ന് AICC നിരീക്ഷകൻ അജയ് മാക്കൻ. MLA-മാരുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഇക്കാര്യം അറിയിച്ചത്. ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ഉടൻ AICC അധ്യക്ഷനെ കൈമാറും. MLA-മാരുമായുള്ള കൂടിക്കാഴ്ച വിജയകരമായിരുന്നുവെന്നും അജയ് മാക്കൻ പറഞ്ഞു. നിയമസഭാ കക്ഷി യോഗത്തിൽ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചുമതല AICC അധ്യക്ഷന് നൽകി. ഇത് സംബന്ധിച്ചുള്ള പ്രമേയം അവതരിപ്പിച്ചു. ഹൈക്കമാൻഡ് പ്രതിനിധികൾ നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ദില്ലിയിൽ നിന്നായിരിക്കും മുഖ്യമന്ത്രി ആരെന്ന ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാവുക. ഞായറാഴ്ചയോടെ മുഖ്യമന്ത്രി പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് സൂചന. മുഖ്യമന്ത്രി ആരാകണമെന്നതിൽ തീരുമാനമെടുക്കാൻ MLA-മാരുമായി ഹൈക്കമാൻഡ് നിരീക്ഷകർ നടത്തിയ കൂടിക്കാഴ്ച പൂർത്തിയായി. AICC നിരീക്ഷകരായ മുകുൾ വാസ്നിക്കും അജയ് മാക്കനുമാണ് MLA-മാരുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. MLA-മാരുടെ അഭിപ്രായത്തിന് പുറമെ ഘടകകക്ഷി നേതാക്കളുടെയും മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെയും നിലപാടുകൾ നിരീക്ഷകർ തേടും. നിരീക്ഷകർ തിരികെ ദില്ലിയിൽ എത്തിയ ശേഷമാകും തീരുമാനം പ്രഖ്യാപിക്കുക.
രമേശ് ചെന്നിത്തല തിരുവാതിര നക്ഷത്രം മുഖ്യമന്ത്രിയാകുന്നതിനു വേണ്ടി INTUC തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് KN നാരായണന്റെ വക വഴിപാട്. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്നായ തൃശൂർ ജില്ലയിലെ നന്ദിപുലം കിഴക്കേ കുമരഞ്ചിറ ഭഗവതി ക്ഷേത്രത്തിലാണ് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകുന്നതിനു വേണ്ടി വ്യാഴാഴ്ച ദിവസപൂജയും ഗുരുതി പുഷ്പാഞ്ജലിയും ഒറ്റ ശർക്കര നിവേദ്യവും നടത്തിയത്. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ 408 ക്ഷേത്രങ്ങളിൽ പൂർണ്ണമായും കരിങ്കല്ലിൽ നിർമ്മിച്ച ശ്രീകോവിലാണ് ഈ ക്ഷേത്രം. തൃശൂർ മുണ്ടുപാലം ജംഗ്ഷനിൽ സ്കൂട്ടർ യാത്രിക ലോറി കയറി മരിച്ചു. അവണിശ്ശേരി സ്വദേശി വടുക്കൂട്ടിൽ വീട്ടിൽ ശ്രീനിവാസിന്റെ ഭാര്യ 36 വയസ്സുള്ള ദേവിക ആണ് മരിച്ചത്. ഉടൻ ജില്ലാ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. ലോറിയും ഡ്രൈവറെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ദേശീയപാത പേരാമ്പ്രയിൽ നിയന്ത്രണം വിട്ട KSRTC സൂപ്പർഫാസ്റ്റ് ബസ് റോഡരികിലെ സ്വകാര്യ പറമ്പിലേക്ക് ഇടിച്ചുകയറി. പേരാമ്പ്ര പെട്രോൾ പമ്പിനു സമീപമായിരുന്നു അപകടം. തിരുവനന്തപുരത്ത് നിന്ന് തിരുവല്ലുവാമലയിലേക്ക് പോയിരുന്ന സൂപ്പർഫാസ്റ്റ് ബസ്സാണ് പേരാമ്പ്രയിൽ നിയന്ത്രണം വിട്ടത്. പറമ്പിലേക്ക് പാഞ്ഞുകയറിയ ബസ് മരത്തിലിടിച്ചാണ് നിന്നത്. ഇടിയുടെ ആഘാതത്തിൽ ബസിന്റെ മുൻവശം ഭാഗികമായി തകർന്നു. യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ബസ്സിനുള്ളിൽ കുടുങ്ങിപ്പോയ ഡ്രൈവറെ ചാലക്കുടിയിൽ നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് പുറത്തെടുത്തത്. ദേശീയപാത മരത്താക്കര കുഞ്ഞനംപാറയിൽ KSRTC ബസ്സും സ്വകാര്യ ബസ്സും കൂട്ടിയിടിച്ച് 12 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ ആക്ട്സ് പ്രവർത്തകർ തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. കുഞ്ഞനംപാറ സിഗ്നൽ ജംഗ്ഷനിൽ റോഡ് ക്രോസ് ചെയ്ത് കടക്കുകയായിരുന്ന സ്വകാര്യ ബസ്സിൽ എറണാകുളം ഭാഗത്തു നിന്നും വന്ന KSRTC ബസ് ഇടിക്കുകയായിരുന്നു. വാഴക്കോട് സെന്ററിൽ നിയന്ത്രണം വിട്ട ടോറസ് ലോറി റോഡരികിലെ കടയിലേക്ക് ഇടിച്ചുകയറി. അപകടത്തിൽ ആർക്കും പരിക്കില്ല. മഴ മൂലം റോഡിൽ നിന്ന് തെന്നി നീങ്ങിയാണ് അപകടം. തൃശൂർ ഭാഗത്തു നിന്നും ഷൊർണൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ടോറസ് ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ കെട്ടിടത്തിന് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രിയുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും ഒല്ലൂർ അഞ്ചേരിയിൽ പരക്കെ നാശം. വിദ്യാനഗർ, പാർവതി ലൈൻ, കവിതാ റോഡ് എന്നിവിടങ്ങളിലാണ് മഴയിൽ മരങ്ങൾ വീണ് നാശം വിതച്ചത്. വിദ്യാനഗറിൽ തെങ്ങ് വീണ് KSEB ഹൈടെൻഷൻ ലൈനിന്റെ 3 വൈദ്യുതി തൂണുകളും തോട്ടപ്പടി പാർവതി ലൈനിൽ മരം വീണ വൈദ്യുതി തൂണും തകർന്നു. കവിതാ റോഡിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. കൗൺസിലർ പ്രവീണിന്റെ നേതൃത്വത്തിൽ തൃശൂരിൽ നിന്ന് ഫയർഫോഴ്സ് എത്തി മരങ്ങൾ മുറിച്ചു നീക്കി. ശക്തമായ കാറ്റിലും മഴയിലും വരന്തരപ്പള്ളി വടക്കുമുറിയിൽ മാവിന്റെ കൊമ്പ് ഒടിഞ്ഞു വീണ് വൈദ്യുതി പോസ്റ്റ് തകർന്നു. പോസ്റ്റും മരച്ചില്ലയും റോഡിലേക്ക് വീണതോടെ ഇതുവഴിയുള്ള ഗതാഗതവും തടസ്സപ്പെട്ടു. വ്യാഴാഴ്ച പുലർച്ചെയാണ് സംഭവം. സ്വകാര്യ വ്യക്തിയുടെ മാവിന്റെ വലിയ ചില്ലയാണ് റോഡിലേക്ക് പതിച്ചത്. ഈ സമയത്ത് റോഡിൽ വാഹനങ്ങൾ ഇല്ലാതിരുന്നത് വലിയ അപകടം ഒഴിവാക്കി. പോസ്റ്റ് ഒടിഞ്ഞതോടെ മേഖലയിൽ വൈദ്യുതി ബന്ധം തടസ്സപ്പെട്ടു. KSEB വരന്തരപ്പള്ളി സെക്ഷനിൽ നിന്ന് ജീവനക്കാരെത്തി പോസ്റ്റ് മാറ്റി സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു. റോഡിലേക്ക് വീണ മരച്ചില്ല മുറിച്ചുമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. ഇടവേള. The wind hums a song deep and wise, a tale of love beneath endless skies. We close our eyes, the world complies. Yaleo, Yaleo, carry me through. In your arms, I'm born. French Dairy Pistachio Kunafa Bar. The Taste Factory. ഹായ്, ഫിലിപ്സിൽ ഇപ്പോൾ സമ്മർ സ്പെഷ്യൽ ഓഫർ. ഫിലിപ്സിൽ വന്ന് ഏത് എയർ സ്പാ ചെയ്താലും ഡീറ്റാൻ പാക്ക് ഫ്രീ. കൂടാതെ പെഡിക്യൂർ വിത്ത് മാനിക്യൂർ ചെയ്താലും ഡീറ്റാൻ പാക്ക് ഫ്രീ ആണ്. അത് മാത്രമല്ല, ഫിലിപ്സിൽ സ്കിന്നിനും ഹെയറിനും വേറെയും ഓഫറുകളുണ്ട്. ഈ സമ്മറിൽ നിങ്ങളുടെ സ്കിന്നിന് കൂടുതൽ കെയർ നൽകും ഫിലിപ്സിൽ നിന്ന്. Tulips, every beauty solution under a single umbrella. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുക്കുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും.
SG Golden Diamonds, SG Tower, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SG Golden Diamonds, SG Tower, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. Key OTT, 32 OTT platforms and all the live contents in single app. Subscribe now. Key OTT, one platform, 32 OTTs. വാർത്തകളിലേക്ക് വീണ്ടും. വേനൽ മഴ ശക്തമായതോടെ പാവറട്ടി സെന്ററിലെ വ്യാപാരികൾ വെള്ളക്കെട്ട് ഭീതിയിൽ. കഴിഞ്ഞ ദിവസം രാത്രി പെയ്ത കനത്ത മഴയിൽ പാവറട്ടി സെന്ററിലെ റോഡുകളും വ്യാപാര സ്ഥാപനങ്ങളും വെള്ളക്കെട്ടിലായി. സെന്ററിലെ 5 വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറി നാശനഷ്ടമുണ്ടായതായി വ്യാപാരികൾ വ്യക്തമാക്കി. പാവറട്ടി സെന്ററിനോട് ചേർന്നുള്ള റോഡരികിലെ കാനകളിൽ മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുന്നതാണ് വെള്ളക്കെട്ടിന് ഇടയാക്കുന്നത്. കാലവർഷം ആരംഭിക്കുന്നതിന് മുൻപ് പാവറട്ടി പഞ്ചായത്തും പൊതുമരാമത്ത് വകുപ്പും അടിയന്തരമായി ഇടപെട്ട് വെള്ളക്കെട്ടിനും ഗതാഗത കുരുക്കിനും ശാശ്വത പരിഹാരം കാണണമെന്ന് പാവറട്ടി മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് AJ വർഗീസ് ആവശ്യപ്പെട്ടു. ഇന്നലെ പെയ്ത മഴയ്ക്ക് പാവറട്ടിയിലെ വ്യാപാര സ്ഥാപനങ്ങളിലെ 5ഓളം വ്യാപാര സ്ഥാപനങ്ങളിലെ വെള്ളം കയറുകയുണ്ടായി. നമ്മുടെ ഈ അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് തന്നെ വീണ്ടും ഓരോ വർഷവും ഇത് ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് അടിയന്തര പ്രാധാന്യത്തോടു കൂടി പഞ്ചായത്ത് ഇടപെട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ കാനകൾ വൃത്തിയാക്കുകയാണ്. അതുപോലെ കാനകൾ പലയിടത്തും തടസ്സങ്ങൾ നേരിട്ടിട്ടുണ്ട്. ഇത് അടിയന്തര പ്രാധാന്യത്തോടു കൂടി മഴയ്ക്ക് മുമ്പേ ചെയ്യേണ്ട പ്രവർത്തികളാണ്. ഇത്തരത്തിലുള്ള പ്രവർത്തികളിൽ അനാസ്ഥ വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഇവിടെ വെള്ളക്കെട്ട് രൂക്ഷമായി കടകളിലേക്ക് വലിയൊരു നാശനഷ്ടങ്ങൾ സംഭവിക്കുകയാണ്. അതിനൊരു ശാശ്വതമായൊരു പരിഹാരം കാണാതെ സെൻട്രൽ വികസനം ഒരു സ്ഥലത്തും പ്രായോഗികമാവില്ല. അതുപോലെ തന്നെ വ്യാപാര സ്ഥാപനങ്ങളിലെ വെള്ളം കയറുന്നു, ബുദ്ധിമുട്ടുകൾ, പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ട്. ഇതിനൊക്കെ പരിഹാരം കാണാനായിട്ട് ഇപ്പോഴത്തെ PWD ഉദ്യോഗസ്ഥരും പഞ്ചായത്ത് അധികൃതരും ഉണർന്ന് പ്രവർത്തിക്കണം. പാവറട്ടി സെന്റർ വികസനവുമായി ബന്ധപ്പെട്ട് നടന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ മഴവെള്ളം ഒഴുകിപ്പോകുന്നതിനുള്ള സൗകര്യം പരിമിതപ്പെടുത്തിയതായും ആരോപണമുണ്ട്. കോടികൾ ചിലവഴിച്ച് ആരംഭിച്ച സെന്റർ വികസന പദ്ധതി ഇപ്പോൾ പാതി വഴിയിൽ നിലച്ച നിലയിലാണ്. പാവറട്ടി സെന്റർ വികസനം പൂർത്തിയാകാത്തതിൽ ഗതാഗത കുരുക്കും അപകടങ്ങളും വെള്ളക്കെട്ടും ഉണ്ടാകുന്നതായാണ് വ്യാപാരികളുടെ പരാതി. TCV ന്യൂസ്, പാവറട്ടി. പാവറട്ടിയിൽ പട്ടാപ്പകൽ കവർച്ച. വീട്ടിൽ സൂക്ഷിച്ചിരുന്ന 10 പവൻ സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടതായി പരാതി. പാവറട്ടി പുളിഞ്ചേരിപ്പടിയിൽ പുലിക്കോട്ടിൽ ജോമോന്റെ വീട് കുത്തി തുറന്നാണ് മോഷണം നടന്നത്. ജോമോനും ഭാര്യയും ബുധനാഴ്ച രാവിലെ വീട്ടിൽ നിന്ന് ജോലിക്കായി പോയി രാത്രി തിരിച്ചെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിഞ്ഞത്. വീടിന്റെ പിൻവശത്തെ വാതിൽ തള്ളി തുറന്ന നിലയിലായിരുന്നു. വീടിനുള്ളിലെ സ്റ്റീൽ അലമാരയിൽ 2 ചെപ്പുകളിലായി സൂക്ഷിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങളിൽ ഒരു ചെപ്പിൽ ഉണ്ടായിരുന്ന മാല, വളകൾ തുടങ്ങി സ്ഥിരം ഉപയോഗിക്കുന്ന സ്വർണ്ണാഭരണങ്ങളാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. അലമാരയിൽ കൂടുതൽ സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും അവ നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് വീട്ടുകാർ പറയുന്നു. പാവറട്ടി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ഡോഗ് സ്ക്വാഡും ഫിംഗർ പ്രിന്റ് വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. കൊടുങ്ങല്ലൂർ അഴീക്കോട് ഘനലോഹ മാലിന്യം ഉപയോഗിച്ച് നിലം നികത്തിയതായി ആരോപണമുയർന്ന സാഹചര്യത്തിൽ നടപടിയുമായി എറിയാട് പഞ്ചായത്ത്. മേഖലയിൽ ഘനലോഹ മാലിന്യം കലർന്ന മണ്ണുപയോഗിച്ചിട്ടുള്ള സ്ഥലങ്ങൾ കണ്ടെത്താനും കൂടുതൽ മാലിന്യം എത്തുന്നത് തടയാനും നടപടി ആരംഭിച്ചതായി പഞ്ചായത്ത് പ്രസിഡന്റ് KP രാജൻ പറഞ്ഞു. വിൽപ്പനയ്ക്കായി മണ്ണ് സംഭരിക്കുന്നവർക്കും ഇടനിലക്കാർക്കും ഇതു സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നിലവിൽ നിലം നികത്തിയ മണ്ണിന്റെ രാസപരിശോധന ഫലം ലഭിക്കുന്ന മുറയ്ക്ക് കൂടുതൽ നടപടികൾ സ്വീകരിക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. രാസമാലിന്യങ്ങൾ അടങ്ങിയിട്ടുള്ള മണ്ണ് ഉപയോഗിച്ച് തണ്ണീർത്തടങ്ങൾ നികത്തി എന്നത് അവിടുത്തെ പരിസ്ഥിതി പ്രവർത്തകർ അന്വേഷിച്ചതിൻ്റെ ഭാഗമായിട്ട് ഇവിടേക്കാണ് വന്നിട്ടുള്ളത്. ആ മണ്ണാണ് ഇവിടെ കൊണ്ടുവന്നിട്ടിട്ടുള്ളത് എന്നുള്ളത് വരികയും അതിൻ്റെ ഭാഗമായിട്ട് പൊല്യൂഷൻ മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ തൃശ്ശൂർ ഓഫീസിൽ നിന്ന് ആളുകൾ എത്തുകയും വില്ലേജ് ഓഫീസ് അധികൃതർ അടക്കമുള്ളവർ ചേർന്ന് പരിശോധനയ്ക്കായിട്ട് അയക്കുകയും ചെയ്തു. തുടർന്ന് ഇതിൻ്റെ പരിശോധനാ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം കർശനമായിട്ടുള്ള നടപടികൾ എടുക്കണമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. അഴീക്കോട് പുത്തൻപള്ളി ബീച്ച് റോഡിലാണ് ഘനലോഹ മാലിന്യം കലർന്ന മണ്ണുപയോഗിച്ച് നികത്തിയത്. പ്രവർത്തനം നിലച്ച എടയാർ ബിനാനി സിങ്കിൽ സംഭരിച്ചിരുന്ന മാലിന്യം കലർന്ന മണ്ണ് വൻതോതിൽ പുറത്തേക്ക് കടത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ട പരിസരവാസികൾ നടത്തിയ അന്വേഷണത്തിലാണ് സംഭവം പുറത്തറിഞ്ഞത്. സിങ്ക്, ലെഡ്, കാഡ്മിയ, മാഗ്നീസ്,
കൊബാൾട്ട്, കോപ്പർ, അയൺ, ആഴ്സനിക്, മെർക്കുറി, ക്രോമിയം എന്നിവ അപകടകരമായ അളവിലടങ്ങിയ മണ്ണാണ് ബിനാനി സിങ്കിൽ നിന്നും കൊണ്ടുപോയിട്ടുള്ളതെന്ന് ശാസ്ത്രീയ പരിശോധനയിൽ തെളിഞ്ഞിട്ടുണ്ട്. അഴീക്കോട് നിലം നികത്താൻ ഉപയോഗിച്ച മണ്ണും ഇത്തരത്തിലുള്ളതാണെന്നാണ് സൂചന. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. ബംഗളൂരുവിൽ ലൈംഗികാതിക്രമം തടയുന്നതിനിടെ മലയാളി യുവാവിന്റെ മർദ്ദനമേറ്റ് തൃശൂർ വാടാനപ്പള്ളി സ്വദേശിനി മരിച്ച സംഭവത്തിൽ പ്രതി കർണാടക പോലീസിന്റെ പിടിയിലായി. കൊല്ലം സ്വദേശി ദീപക് കൃഷ്ണയാണ് പിടിയിലായത്. കന്യാകുമാരിയിൽ നിന്ന് ബസ്സിൽ വരുന്നതിനിടയിലായിരുന്നു ഇയാൾ പിടിയിലായത്. കർണാടക പോലീസ് എത്താൻ വൈകിയതിനാൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ഇന്നാണ് പോസ്റ്റ്മോർട്ടം ചെയ്ത് ബന്ധുക്കൾക്ക് വിട്ടുനൽകിയത്. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു പോസ്റ്റ്മോർട്ടം. തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ ചികിത്സയിലിരിക്കെ ചൊവ്വാഴ്ച രാത്രിയായിരുന്നു യുവതി മരിച്ചത്. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. Discover la Vraicote, la crème de la fraîcheur. French Diary Ice Creams, a taste factory. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഈ സാറന്നെ ഫുള്ള് നാച്ചുറലാ? ആടാ, ഫുള്ളി നാച്ചുറലാ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ. ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ. അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. നേടൂ 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി EV കാർ, മറ്റനവധി സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ, അല്ലെങ്കിൽ റിന്യൂ ചെയ്യൂ. നേടൂ നിരവധി ആകർഷകമായ സമ്മാനങ്ങൾ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. വാർത്തകളിലേക്ക് വീണ്ടും. കേരള വിഷൻ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സ്ഥാപക പ്രസിഡന്റായിരുന്ന NH അൻവറിന്റെ സ്മരണയ്ക്കായി NH അൻവർ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ മാധ്യമ അവാർഡുകൾ കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ വിതരണം ചെയ്തു. മലയാളത്തിലെ തത്സമയ വാർത്താ മാധ്യമരംഗത്ത് വിപ്ലവകരമായ കുതിപ്പുകൾ സാധ്യമാക്കിയ MV നികേഷ് കുമാറിന് സമഗ്ര സംഭാവനയ്ക്കുള്ള ആജീവനാന്ത പുരസ്കാരം നൽകി ആദരിച്ചു. NH അൻവർ അനുസ്മരണവും സെമിനാറും പരിപാടിയുടെ ഭാഗമായി നടന്നു. പുതിയ കാലത്തിന്റെ വെല്ലുവിളികളെ പുതിയ ഉള്ളടക്കങ്ങൾ കൊണ്ട് നേരിടുന്നതാണ് മാധ്യമപ്രവർത്തനമെന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്ത പ്രമുഖ മാധ്യമപ്രവർത്തകൻ CL തോമസ് പറഞ്ഞു. നമ്മളൊരു പക്ഷേ ഒരു കാലത്ത് കോമാളിത്തരം എന്ന് വിളിച്ചിരുന്ന കാര്യങ്ങൾ ഇന്ന് TV യിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. ഏതായാലും മാധ്യമപ്രവർത്തനം അതാവാൻ ന്യായമൊന്നുമില്ല. പുതിയ കാലത്തിൻ്റെ വെല്ലുവിളികളെ പുതിയ കണ്ടന്റ് കൊണ്ട് എങ്ങനെ നേരിടണം എന്ന് കണ്ടെത്തുന്നിടത്താണ് മാധ്യമങ്ങൾ ഈ രൂപത്തിലുണ്ടായിക്കൊള്ളണമെന്നില്ലല്ലോ. മാധ്യമങ്ങൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് സാധ്യമാവാതെ മനുഷ്യകുലത്തിന് നിലനിൽക്കാൻ കഴിയില്ല. അപ്പോൾ ആ കമ്മ്യൂണിക്കേഷൻ നടക്കും. പ്രശസ്ത എഴുത്തുകാരൻ പ്രൊഫസർ VS അനിൽകുമാർ NH അൻവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. അൻവറുമായിട്ട് ഇടപഴകാൻ കഴിയുമ്പോൾ എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് കൊണ്ടുപോകാനുള്ള ഒരു കഴിവ്, അത് ചില്ലറ കഴിവൊന്നുമല്ല. ചേർത്ത് പിടിക്കാൻ ഒരു പ്രത്യേക കഴിവ് വേണം. പുറത്തു പോ എന്ന് പറയാൻ വേറൊരു കഴിവാണ്. അതുകൊണ്ട് ചേർത്ത് പിടിക്കുന്ന ഈ കഴിവ് അൻവർ നിരന്തരമായി നിലനിർത്തുകയും കേരള വിഷൻ എന്ന പ്രസ്ഥാനം ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും വലിയ സംരംഭങ്ങളിൽ ഒന്നായി തീരുകയും ചെയ്തു. സാറ്റലൈറ്റ് ചാനലുകളുടെ വിഭാഗത്തിൽ സ്ത്രീ ശാക്തീകരണം എന്ന വിഷയത്തിൽ അധിഷ്ഠിതമായ മികച്ച റിപ്പോർട്ടിന് 24 ന്യൂസ് ചാനലിലെ മുഹമ്മദ് റാഹീസ് അർഹനായി. റാഹീസിന്റെ അസാന്നിധ്യത്തിൽ 24 ന്യൂസ് പ്രതിനിധി പുരസ്കാരം ഏറ്റുവാങ്ങി. കേബിൾ വിഭാഗത്തിൽ മികച്ച ന്യൂസ് സ്റ്റോറിക്കുള്ള പുരസ്കാരത്തിന് പയ്യന്നൂർ നെറ്റ്വർക്ക് ചാനലിലെ സുധാ സുരേന്ദ്രൻ അർഹയായി. പ്രണയം തകർത്ത ജീവിതം എന്ന സ്റ്റോറിക്കാണ് പുരസ്കാരം. കേബിൾ വിഭാഗത്തിലെ മികച്ച ക്യാമറ പേഴ്സൺ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ദൃശ്യ TVയിലെ നെൽസൺ മാന്തുരുത്തിയാണ്. വയനാട് വിഷൻ ചാനലിലെ സഞ്ജയ് ശങ്കരനാരായണൻ മികച്ച എഡിറ്റർക്കുള്ള പുരസ്കാരം നേടി. COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ കേരള ഇൻഫോ മീഡിയ CEO NE ഹരികുമാർ ജൂറി റിപ്പോർട്ട് അവതരിപ്പിച്ചു. NH അൻവർ ട്രസ്റ്റ് ചെയർമാൻ അബൂബക്കർ സിദ്ദിഖ്, ട്രസ്റ്റ് സെക്രട്ടറി K വിജയകൃഷ്ണൻ, COA സംസ്ഥാന ജനറൽ സെക്രട്ടറി PB സുരേഷ്,
ട്രഷറർ ബിനു ശിവദാസ്, കേരള വിഷൻ ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് MD കെ ഗോവിന്ദൻ, അൻവർ ട്രസ്റ്റ് ട്രഷറർ KV രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ പള്ളിവേട്ട നടന്നു. ഈ വർഷത്തെ ഉത്സവത്തിലെ അവസാന ശീവേലി ദർശിക്കാൻ ആയിരങ്ങളെത്തി. 8 രാത്രിയും 8 പകലുമായി നടന്ന പഞ്ചാരിമേളത്തിനാണ് രാവിലെ നടന്ന ശീവേലിയോടെ പരിസമാപ്തി കുറിച്ചത്. ശീവേലി എഴുന്നള്ളിപ്പിനെ 17 ഗജവീരന്മാർ അണിനിരന്നു. പാറമേക്കാവ് കാശിനാഥൻ സംഗമേശ്വരന്റെ തിടമ്പേറ്റി. തിരുവമ്പാടി ചന്ദ്രശേഖരനും പല്ലാട്ട് ബ്രഹ്മദത്തനും കൂട്ടാനകളായി. പള്ളിവേട്ടയ്ക്കായി ക്ഷേത്രത്തിനകത്തെ ചടങ്ങുകൾ ശേഷം ക്ഷേത്ര മതിൽക്കെട്ടിട്ട് വിട്ട് പുറത്തിറങ്ങിയ ഭഗവാനെ കേരള പോലീസ് റോയൽ സല്യൂട്ട് നൽകി സ്വീകരിച്ചു. തുടർന്ന് 3 ഗജവീരന്മാരുടെ അകമ്പടിയോടെ പള്ളിവേട്ട ആൽത്തറയിലേക്ക് വേട്ടയ്ക്കായി പുറപ്പെട്ടു. പള്ളിവേട്ട ആൽത്തറയിൽ ദുഷ്ടമൃഗത്തെ വേട്ടയാടിയ ശേഷം ക്ഷേത്രത്തിലേക്ക് തിരിക്കും. വെള്ളിയാഴ്ച ക്ഷേത്രോത്സവത്തിന് സമാപനം കുറിച്ച് ആറാട്ട് നടക്കും. രാവിലെ പശുക്കിടാവിന്റെ കരച്ചിൽ കേട്ട് ഉണർന്ന ഭഗവാൻ ദിനചര്യകൾ പൂർത്തിയാക്കി ആറാട്ടിനായി പുറപ്പെടും. ഉച്ചയോടെ ആറാട്ടു ചടങ്ങ് പൂർത്തീകരിച്ച ശേഷം തിരിച്ച് ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതോടെ ഈ വർഷത്തെ ഉത്സവാഘോഷം പൂർത്തിയാകും. കൂടൽമാണിക്യം ഉത്സവത്തിന്റെ ശ്രീരാമ പട്ടാഭിഷേകം ഭക്തർക്ക് ആസ്വാദനത്തിന്റെ മായിക ലോകം സമ്മാനിച്ചു. കനത്ത മഴയെ അവഗണിച്ചും നൂറുകണക്കിന് ഭക്തരാണ് പട്ടാഭിഷേകം ദർശിക്കാൻ സംഗമപുരിയിലേക്ക് ഒഴുകിയെത്തിയത്. ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യം തിരുവുത്സവത്തിന്റെ ഭാഗമായി 2ാം ഉത്സവനാൾ മുതൽ വലിയ വിളക്ക് വരെ അവതരിപ്പിക്കുന്ന കഥകളിയിൽ അപൂർവമായ ഭക്തിയും ആസ്വാദനവും നൽകുന്ന കഥയാണ് വലിയ വിളക്ക് നാളിലെ ശ്രീരാമ പട്ടാഭിഷേകം. ആവണങ്ങാട്ട് കളരിയിലെ സർവതോഭദ്രം കലാകേന്ദ്രമാണ് ഈ വർഷത്തെ പട്ടാഭിഷേകം കഥകളി കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ അവതരിപ്പിച്ചത്. ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ ഉത്സവ സമാപനത്തിന്റെ ഭാഗമായി ചാലക്കുടി പുഴയിൽ വെള്ളിയാഴ്ച നടക്കുന്ന ആറാട്ടിന് ഒരുക്കങ്ങൾ പൂർത്തിയായി. കൂടപ്പുഴയിലെ കടവിൽ വെള്ളിയാഴ്ച ഉച്ചയ്ക്കാണ് ആറാട്ട്. ഇരിങ്ങാലക്കുടയിൽ നിന്നും കാൽനടയായി ഗജവീരന്മാരുടെ അകമ്പടിയോടെ എത്തുന്ന ഭഗവാന്റെ തിടമ്പുമായി തന്ത്രിയും പരിവാരങ്ങളും ആറാട്ട് മുങ്ങും. കടവിൽ നടക്കുന്ന പൂജകൾക്ക് ശേഷം 100 കണക്കിന് ഭക്തജനങ്ങളും ആറാട്ട് മുങ്ങും. തുടർന്ന് ദേവസ്വത്തിന്റെ പഴയകാല കൂട്ടുപുരയിൽ ആറാട്ട് കഞ്ഞിയും വിതരണം ചെയ്യും. കൂടപ്പുഴ NSS കരയോഗം 10,000-ഓളം ജനങ്ങൾക്കാണ് കഞ്ഞി വിതരണം നടത്തുന്നത്. 5 കൗണ്ടറുകളിൽ കഞ്ഞി വിതരണം നടക്കും. ആറാട്ട് കഞ്ഞി വിതരണത്തിന് 10,000 പാള പ്ലേറ്റുകൾ എത്തിച്ചു. കഞ്ഞി കുടിക്കുന്നതിന് പച്ചപ്ലാവിലയും ഒരുക്കി. വേനൽ മഴയെ മുൻനിർത്തി ഇക്കുറി കഞ്ഞി വിതരണ സ്ഥലത്ത് ചോരപ്പന്തലാണ് ഒരുക്കിയതെന്ന് സംഘാടകരായ NSS കരയോഗം പ്രസിഡന്റ് നന്ദകുമാർ ചെറുക്കൽ പറഞ്ഞു. ഇത്തവണത്തെ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി. മുനിസിപ്പാലിറ്റിയുടെ കീഴിൽ നിന്നും ക്ലീനിങ്ങും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും വളരെ നല്ല രീതിയിൽ നടത്തിയിട്ടുണ്ട്. ഇത്തവണ പന്തലും മഴ ഉള്ളതുകൊണ്ട് ചോരാപ്പന്തലാണ് നിർമ്മിച്ചിരിക്കുന്നത്. സാധാരണഗതിയിൽ വെയിലുള്ളതുകൊണ്ട് ഷാമിയാനയാണ് കിട്ടാറ്. ഇത്തവണ അത് മാറ്റി നല്ല രീതിയിൽ ചോരാപ്പന്തലാണ് ഒരുക്കിയിരിക്കുന്നത്. സുരക്ഷയുടെ ഭാഗമായി ചാലക്കുടി ഫയർഫോഴ്സ് പ്രത്യേക സംവിധാനങ്ങളും ഏർപ്പെടുത്തി. മുതിർന്ന പൗരന്മാർക്കും ആറാട്ട് മുങ്ങി വരുന്നവർക്കുമായി പ്രത്യേക കൗണ്ടറുകൾ ഒരുക്കിയിട്ടുണ്ട്. TCV ന്യൂസ് ചാലക്കുടി.
ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രോത്സവത്തിനിടയിൽ സാമൂഹ്യവിരുദ്ധരുടെ പരസ്യ മദ്യപാനം. വലിയ വിളക്ക് ദിനമായ ബുധനാഴ്ച രാത്രി വിളക്കെഴുന്നള്ളിപ്പിനിടെയാണ് സാമൂഹ്യവിരുദ്ധർ മദ്യപിക്കുന്നത് ഭക്തരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ക്ഷേത്രമൈതാനിയിൽ പരസ്യ മദ്യപാനം നടത്തുന്ന ദൃശ്യങ്ങൾ പകർത്തി ചിലർ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ BJP ഇരിഞ്ഞാലക്കുട നിയോജകമണ്ഡലം കമ്മിറ്റി ഇരിഞ്ഞാലക്കുട സ്റ്റേഷൻ ഹൌസ് ഓഫീസർക്ക് പരാതി നൽകി. കുറ്റക്കാരെ കണ്ടെത്തി മാതൃകാപരമായി ശിക്ഷിക്കണമെന്ന് മണ്ഡലം പ്രസിഡന്റ് ആർച്ച അനീഷ് നൽകിയ പരാതിയിൽ ആവശ്യപ്പെട്ടു. നവീകരണം പൂർത്തിയായ പാടൂർ ഇടിയഞ്ചിറ റെഗുലേറ്ററിന്റെ ഷട്ടറുകളിൽ ചോർച്ച കണ്ടെത്തിയിട്ടും ലീക്ക് ടെസ്റ്റ് പൂർത്തിയാക്കാതെ വെള്ളം വറ്റിക്കുന്ന മോട്ടോർ പമ്പ് സെറ്റ് മാറ്റാനുള്ള അധികൃതരുടെ നീക്കം നാട്ടുകാർ തടഞ്ഞു. നവീകരണത്തിന് ശേഷം കൃത്യമായി ലീക്ക് ടെസ്റ്റ് നടത്താതെ താൽക്കാലിക ബണ്ട് പൊളിച്ചു നീക്കാനുള്ള നീക്കത്തിനെതിരെ നേരത്തെ തന്നെ പ്രതിഷേധം ശക്തമായിരുന്നു. പ്രതിഷേധത്തെ തുടർന്ന് ലീക്ക് ടെസ്റ്റ് നടത്തി ചോർച്ചയില്ലെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ ബണ്ട് നീക്കം ചെയ്യൂ എന്ന് ഇറിഗേഷൻ ഉദ്യോഗസ്ഥർ നാട്ടുകാർക്ക് ഉറപ്പു നൽകിയിരുന്നു. ഇതിന്റെ ഭാഗമായാണ് പമ്പ് സെറ്റുകൾ എത്തിച്ച് ഷട്ടറിന്റെ ഒരു വശത്തെ വെള്ളം വറ്റിച്ച് പരിശോധന ആരംഭിച്ചത്. എന്നാൽ ഈ പരിശോധന പൂർത്തിയാകുന്നതിന് മുൻപേ വ്യാഴാഴ്ച വൈകിട്ട് പമ്പ് സെറ്റുകൾ സ്ഥലത്തുനിന്നും മാറ്റാൻ ശ്രമിച്ചതാണ് വീണ്ടും സംഘർഷാവസ്ഥയ്ക്ക് കാരണമായത്. തീരദേശ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നാട്ടുകാർ സംഘടിച്ചാണ് പമ്പ് സെറ്റുകൾ കൊണ്ടുപോകാനുള്ള നീക്കം തടഞ്ഞത്. സ്ഥലത്തെത്തിയ ഉദ്യോഗസ്ഥർ നാട്ടുകാരെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും മുഴുവൻ ഷട്ടറുകളിലെയും പരിശോധന പൂർത്തിയാക്കി ചോർച്ച പരിഹരിക്കാതെ പമ്പ് സെറ്റുകൾ കൊണ്ടുപോകുവാനും ബണ്ട് നീക്കം ചെയ്യുവാനും അനുവദിക്കില്ല എന്ന നിലപാടിൽ നാട്ടുകാർ ഉറച്ചുനിന്നു. ഒടുവിൽ പൂർണ്ണമായ പരിശോധന നടത്തി തകരാറുകൾ പരിഹരിക്കാമെന്ന് ഉദ്യോഗസ്ഥർ ഉറപ്പു നൽകിയതോടെയാണ് പ്രതിഷേധം താൽക്കാലികമായി അവസാനിച്ചത്. കൊയ്തെടുത്ത നെല്ല് സംഭരിച്ച് 2.5 മാസം പിന്നിട്ടിട്ടും നെല്ലിന്റെ വില കിട്ടാതെ വലയുകയാണ് കർഷകരായ വെസ്റ്റ് പട്ടിത്തടം പള്ളിക്കര സ്വദേശി റജിയും മുള്ളത്തുവളപ്പിൽ സെയ്ദ് മുഹമ്മദും. വേദക്കാട് പാടശേഖരത്തിൽ മുണ്ടകൻ കൃഷി ചെയ്ത് കൊയ്തെടുത്ത നെല്ലാണ് 2.5 മാസം മുൻപ് സപ്ലൈകോയ്ക്ക് വേണ്ടി സ്വകാര്യ മില്ലുകൾ സംഭരിച്ചത്. ഒപ്പം നെല്ല് സംഭരിച്ച 13 കർഷകർക്കും നെൽവില ലഭിച്ചെങ്കിലും റജിക്കും സെയ്ദ് മുഹമ്മദിനും പണം ലഭിച്ചില്ല. ലഭിച്ച PRSുമായി ബാങ്കിൽ പലതവണ അന്വേഷിച്ചെങ്കിലും പണം വന്നിട്ടില്ലെന്ന മറുപടിയാണ് ലഭിച്ചത്. സപ്ലൈകോ ഓഫീസിൽ പരാതിപ്പെട്ടപ്പോൾ സാങ്കേതിക പ്രശ്നം മൂലമാണ് പണം ലഭിക്കാത്തതെന്ന മറുപടിയാണ് ലഭിച്ചത്. മുണ്ടകൻ കൊയ്ത്തുകഴിഞ്ഞ പുഞ്ചകൃഷിയുടെ നെല്ലിന്റെ പണം വിതരണം ചെയ്തിട്ടും തങ്ങൾക്ക് മാത്രം പണം ലഭിച്ചില്ലെന്ന് ഇരുവരും പരാതിപ്പെട്ടു. കടക്കെണി മൂലം ആത്മഹത്യയുടെ വക്കിലാണെന്നും സാങ്കേതിക പ്രശ്നങ്ങൾ തീർത്ത് പണം ഉടൻ വിതരണം ചെയ്യണമെന്നും കർഷകർ ആവശ്യപ്പെട്ടു. കൊട്ടിയാട്ടുമുക്ക് കോൾപ്പടവിൽ നിന്ന് നെല്ല് ശേഖരിച്ചതിന്റെ PRS വിതരണം ചെയ്യാൻ അധികൃതർ നടപടിയെടുക്കണമെന്നും കർഷകർ ആവശ്യപ്പെട്ടു. നെല്ല് ചെക്ക് ചെയ്തപ്പോൾ അത് കാറ്റത്തിട്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും കാറ്റത്തിട്ടു. എന്നിട്ട് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ യാതൊരു കംപ്ലൈൻറ്റും നെല്ലിനില്ല. എന്നിട്ട് 2 ശതമാനം കഴിച്ചിട്ട് നെല്ല് കയറ്റിയിട്ട് 12-ാം തീയതി കയറ്റിയിട്ട് റിസീറ്റ് അത് കയറ്റിയിട്ട് ഇവർ PRS തരുന്നത് ഫെബ്രുവരി 28-ാം തീയതിയാണ്. ഫെബ്രുവരി 28-ാം തീയതി കിട്ടിയിട്ട് ഞങ്ങളുടെ ഒരേ സ്പോട്ടിലുള്ള എല്ലാവരും നെല്ലിൻ്റെ പൈസ കിട്ടി. എൻ്റെ സെയ്ദ് മുഹമ്മദിന് പൈസ മാത്രം ഞങ്ങൾക്ക് കിട്ടിയില്ല. പിന്നെ ഞങ്ങൾ അന്വേഷിച്ച് തുടങ്ങിയപ്പോൾ പറയണ അവർ അപ്രൂവ്ഡ് ആയില്ല. അതിന് ഞങ്ങൾ ഇപ്പോൾ ആത്മഹത്യ വക്കില പോകണം. TCV ന്യൂസ് കുന്നംകുളം. പെരിഞ്ഞനത്ത് വീടിനോട് ചേർന്ന അടുക്കളപ്പുരയിൽ കയറിയ മൂർഖൻ പാമ്പിനെ പിടികൂടി. പെരിഞ്ഞനം പോസ്റ്റ് ഓഫീസിന് സമീപം കുറ്റിക്കാടൻ ജോർജിന്റെ വീട്ടിൽ നിന്നാണ് പാമ്പിനെ പിടികൂടിയത്. ചാലക്കുടി ഫോറസ്റ്റ് RRT അംഗം കൂളിമുട്ടം അൻസാരിയാണ് പാമ്പിനെ പിടികൂടിയത്. ഇനി സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,975 രൂപ, പവന് 1,11,800 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. കോൺഗ്രസിലെ മുഖ്യമന്ത്രി പോര് തെരുവിലേക്ക്. കുന്നംകുളത്തും കൊടുങ്ങല്ലൂരും VD സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്നാവശ്യപ്പെട്ട് പ്രവർത്തകർ പ്രകടനമായി തെരുവിലിറങ്ങി. മരത്താക്കരയിൽ ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ച് സതീശൻ അനുയായികൾ.
ജില്ലയിൽ വ്യത്യസ്ത വാഹനാപകടങ്ങളിൽ ഒരു മരണം. തൃശൂർ മുണ്ടുപാലം ജംഗ്ഷനിൽ സ്കൂട്ടർ യാത്രിക ലോറി കയറി മരിച്ചു. മരത്താക്കര കുഞ്ഞനംപാറയിൽ KSRTC ബസ്സും സ്വകാര്യ ബസ്സും കൂട്ടിയിടിച്ച് 12 പേർക്ക് പരിക്ക്. കഴിഞ്ഞ ദിവസം രാത്രിയുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും ഒല്ലൂർ അഞ്ചേരിയിൽ പരക്കെ നാശം. മരങ്ങൾ വീണ് വൈദ്യുതി പോസ്റ്റുകൾ തകർന്നു. പാവറട്ടി സെന്ററിലെ വ്യാപാരികൾ വെള്ളക്കെട്ട് ഭീതിയിൽ. പാവറട്ടിയിൽ പട്ടാപ്പകൽ കവർച്ച. പുളിഞ്ചേരിപ്പടിയിൽ ജോമോന്റെ വീട് കുത്തി തുറന്ന് 10 പവൻ സ്വർണ്ണാഭരണങ്ങൾ കവർന്നു. കൊടുങ്ങല്ലൂർ അഴീക്കോട് ഘനലോഹ മാലിന്യം ഉപയോഗിച്ച് നിലം നികത്തിയതിൽ നടപടി. ഘനലോഹ മാലിന്യം കലർന്ന മണ്ണ് ഉപയോഗിച്ചിട്ടുള്ള സ്ഥലങ്ങൾ കണ്ടെത്താൻ നടപടി ആരംഭിച്ചതായി റിയാട് പഞ്ചായത്ത് പ്രസിഡന്റ്. ബംഗളൂരുവിൽ ലൈംഗികാതിക്രമം തടയുന്നതിനിടെ വാടാനപ്പള്ളി സ്വദേശിനിയായ യുവതി മർദ്ദനമേറ്റ് മരിച്ച സംഭവത്തിൽ പ്രതി അറസ്റ്റിൽ. കൊല്ലം സ്വദേശി ദീപക് കൃഷ്ണയാണ് കർണാടക പോലീസിന്റെ പിടിയിലായത്. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.